ഇറാനുമായി നേർക്കുനേർ ആണവ ചർച്ചകൾ നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ചയാണ് ചർച്ചയ്ക്കായി ട്രംപ് നിർദ്ദേശിച്ച ദിവസം. ചർച്ച നടത്താനുള്ള എല്ലാ കാര്യങ്ങളും യുഎസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചുവെങ്കിലും നേരിട്ട് ചർച്ച ചെയ്യില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. മാത്രമല്ല, ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് നേരത്തെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച വളരെ ഗൗരവമേറിയതാണെന്നും കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസവും ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഇതിനു പിന്നാലെ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. മാത്രമല്ല, ഇറാന്റെ നിലപാടിനെ വകവയ്ക്കാതെയാണ് ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത്. ട്രംപും നെതന്യാഹുവുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ട്രംപ് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ശനിയാഴ്ച നടത്തുമെന്ന കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാതിരിക്കാൻ ഇറാനുമായി യുദ്ധം ചെയ്യാൻ നേരത്തെ തന്നെ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നു. ഇസ്രയേലിന് ആണവശേഷി ഉണ്ടെങ്കിലും തങ്ങളുടെ ആണവ പദ്ധതി ഇസ്രയേൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്രായേലിന്റെ ആണവശേഷി വളരെയധികം ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും വിഷയമായിട്ടുണ്ട്. തന്ത്രപരവും നയതന്ത്രപരവും ആഭ്യന്തരവുമായ പരിഗണനകളുടെ കൂടിച്ചേരലുകളാൽ നയിക്കപ്പെടുന്ന ബോധപൂർവമായ നയമാണ് ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ അവ്യക്തത. 1950കളിൽ ഇസ്രയേൽ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായതോടെയാണ് ഇസ്രയേലിന്റെ ആണവ പദ്ധതിക്ക് തുടക്കമാകുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം വികസിപ്പിക്കുന്നതിലാണ് തുടക്കത്തിൽ ഇസ്രയേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഒടുവിൽ ഒരു സൈനിക ആണവ പദ്ധതിയായി അവ പരിണമിച്ചു. ഇസ്രായേലിന്റെ ആണവശേഷിയുടെ കൃത്യമായ സ്വഭാവവും വ്യാപ്തിയും രഹസ്യമായി തന്നെ തുടരുന്നു. പക്ഷേ രാജ്യത്തിന് 80 മുതൽ 200 വരെ ആണവ വാർഹെഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നതും. ഇസ്രായേലിന്റെ ആണവശേഷി പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ എതിരാളികൾക്ക് ഒരു തടസ്സമായി വർത്തിക്കുന്നു. ഇത് ശത്രുക്കൾക്ക് ആക്രമണത്തിന് ആസൂത്രണം ചെയ്യാനും തയ്യാറെടുക്കാനും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, തങ്ങളുടെ ആണവ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഇടയാക്കും. ഇത് നയതന്ത്രപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. തങ്ങളുടെ ആണവശേഷിയെ അനിശ്ചിതമായി നിലനിർത്തുന്നതിലൂടെ ഇസ്രയേലിന് ഈ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും അതിന്റെ പരമാധികാരം നിലനിർത്താനും കഴിയും. ഇസ്രായേലിന്റെ അപ്രഖ്യാപിത ആണവശേഷി രാജ്യത്തെ ആണവ പദവിയുടെ പരിധിയിൽ വരാതെ നയതന്ത്ര വഴക്കം നിലനിർത്താനും മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്താനും അനുവദിക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഭാവി സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഈ വഴക്കം പ്രത്യേകിച്ചും പ്രധാനമാണ്. ആണവ നിർവ്യാപന ഉടമ്പടി അഥവാ NPTയിൽ ഒപ്പുവെക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ചത് അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ഒരു തർക്ക വിഷയമാണ്. ആണവായുധങ്ങളുടെ വ്യാപനം തടയാനും നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കാനുമാണ് NPT ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ആണവശേഷി ഉടമ്പടിയുടെ ഫലപ്രാപ്തിയെ ഇത് ദുർബലപ്പെടുത്തുന്നു. ഇസ്രായേലിന്റെ ആണവശേഷിക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സുരക്ഷയിൽ കാര്യമായ സ്വാധീനമുണ്ട്. രാജ്യത്തെ അപ്രഖ്യാപിത ആണവനില അനിശ്ചിതത്വവും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നു, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങൾക്കിടയിൽ. ഇസ്രായേലിന്റെ ആണവ അവ്യക്തത ആഗോള ഭരണത്തെക്കുറിച്ചും ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പങ്കിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആണവനില പ്രഖ്യാപിക്കാൻ രാജ്യം വിസമ്മതിക്കുന്നത് അന്താരാഷ്ട്ര കരാറുകളുടെ പരിമിതികളെയും ആണവ വ്യാപനം തടയുന്നതിന് കൂടുതൽ ഫലപ്രദമായ സംവിധാനങ്ങളുടെ ആവശ്യകതയെയും എടുത്തു കാണിക്കുന്നു.